Hi dear students, welcome back to Salem Learning. Abdullah സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുമ്പോൾ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി ആരാണ് എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്താണ് എന്നുള്ളത് പഠിച്ചെടുക്കുക. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഡിലേ ഒന്നും ആക്കുന്നില്ല. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യസ് ഫോറിൻ പോളിസി, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നോക്കാനുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് നെഹ്റു തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇന്ത്യ മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും നിരവധി രാജ്യങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഫ്രീഡം അറ്റൈൻ ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പ് കമ്പാരേറ്റീവ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, യൂറോപ്പിൻ്റെ ആ ഒരു ഡോമിനൻസ് ഒക്കെ ഡിമിനിഷ്ഡായിരുന്നു, അല്ലെങ്കിൽ തകർന്നിരുന്നു. ഈ സമയത്താണ് ഡീകോളനൈസേഷൻ പ്രോസസ്സൊക്കെ എക്സ്ട്രീം ലെവലിലേക്ക് വരുന്നതും കുറേയധികം നാഷൻസ് ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതും. അതായത് ഇന്ത്യക്ക് ഫ്രീഡം നേടാണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് യൂറോപ്പ് വീക്കായത് ആണ് എന്ന് മാത്രം നമ്മൾ പറയുന്നില്ല. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ വളരെ വലുത് തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ടും ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്, നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേൾഡിൽ രണ്ട് പവേഴ്സായിരുന്നു എമേർജ് ചെയ്തിരുന്നത്, USSRും അതുപോലെ തന്നെ USA-യും. നമുക്ക് കാണാൻ പറ്റും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്സും അതുപോലെ തന്നെ സോവിയറ്റ് ബ്ലോക്സും. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്സിൻ്റെയും സോവിയറ്റ് ബ്ലോക്സിൻ്റെയും ഭാഗമാകാതെ ഇൻഡിപെൻഡൻ്റായി നിൽക്കാനായിരുന്നു ആര് ഡിസൈഡ് ചെയ്തിരുന്നത്, ഇന്ത്യ അടക്കമുള്ള ന്യൂലി ഫ്രീഡം അറ്റൈൻ ചെയ്തിരുന്ന നാഷൻസ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരിചേരാ നയം തന്നെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം തന്നെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യൻ ഫോറിൻ പോളിസി ബേസ്ഡ് ഓൺ 2 ഫാക്ടേഴ്സ് ടു കീപ് ദ കൺട്രി അവേ ഫ്രം ദ പവർ ബ്ലോക്സ് ടു അപ്ഹോൾഡ് ഇൻട്രസ്റ്റ് ഇൻ ദ തേർഡ് വേൾഡ് കൺട്രീസ്. അതായത് പവർ ബ്ലോക്സ് ഒന്നും എന്ത് ചെയ്യണം, മാറി നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. ശാക്തിക ചേരികളിലൊന്നും ചേരാതിരിക്കുക. ചേരിചേരാ നയമെന്ന് പറയുമ്പോൾ ഇരു ചേരികളിലും ചേരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ ഏറ്റവും ഊന്നൽ നൽകിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാം ലോകരാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ ഫോറിൻ പോളിസി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നെഹ്റു ഇംപ്ലിമെൻറ്റഡ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് VK കൃഷ്ണമേനോൻ ഹു വാസ് ദ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 2 ഫാക്ടേഴ്സാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പവർ ബ്ലോക്സിൻ്റെ ഭാഗമാവാതിരിക്കുക എന്നുള്ളതാണ്. അതായത് സോവിയറ്റ് ചേരിയുടെയോ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എയിം. അതുപോലെ തന്നെ മൂന്നാം കിട രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റ് തന്നെയായിരുന്നു ഈ പറയുന്ന ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട അജണ്ട അല്ലെങ്കിൽ എയിം എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നോൺ അലൈൻമെൻറ്റ് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, നാം എന്നത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ചേരിചേരാ നയം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇരു ചേരികളുടെ ഭാഗമാവാതെ ഇൻഡിപെൻഡൻ്റായി നിൽക്കുക എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ചേരിചേരാ നയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തല്ല, ലോകം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടലല്ല, അതിൽ സജീവമായി ഇടപെടുകയാണ് എന്നാര് പറയുന്നുണ്ട്, ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ ആ ബ്ലോക്ക് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അവർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. എപ്പോഴും അവരാണ് ശരിയെന്ന് നമ്മൾ ന്യായീകരിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യ പോലുള്ള ആ സമയത്ത് ഫ്രീഡം അറ്റൈൻ ചെയ്തിരുന്ന നിരവധി രാജ്യങ്ങൾ ചേരിചേരാ നയത്തിലൂടെ ഉദ്ദേശിച്ചത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. നമ്മൾ ഒരു ഗ്രൂപ്പിന് മാത്രം എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്താണോ വേൾഡ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അതിൽ കൃത്യമായിട്ട് നമ്മൾ ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ബ്ലോക്സിൻ്റെ ഭാഗമാവാതെയാണ് നമ്മൾ ഇടപെടുക എന്ന് തന്നെയാണ് ചേരിചേരാ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിഷൻ ടു ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം,
കോളനി വാഴ്ച അല്ലെങ്കിൽ കോളനി വൽക്കരണ പ്രക്രിയ ശക്തമായിട്ട് ആര് എതിർത്തിരുന്നു? ഇന്ത്യയുടെ ഫോറിൻ പോളിസി എതിർത്തിരുന്നു. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പല നൂറ്റാണ്ടുകളിലായിട്ട് ഈ പറയുന്ന യൂറോപ്യൻസിൻ്റെ അടിമകളായിരുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ കോളനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ട്രാജിക് കണ്ടീഷനിലൂടെയാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യത്തെ ശക്തമായിട്ട് ആര് എതിർക്കുന്നുണ്ട്? ഇന്ത്യയുടെ വിദേശ നയം എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫെയ്ത്ത് ഇൻ ഇൻ്റർനാഷണലിസം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അന്തർദേശീയ നിയമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമാനിക്കുന്നുണ്ട്. കരാറുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമാനിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് അതർ നാഷൻസ്, മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല സൗഹൃദ ബന്ധം പുലർത്താനാണ് ആര് ശ്രമിച്ചത്? ഇന്ത്യയുടെ വിദേശ നയത്തിലൂടെ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് യുണൈറ്റഡ് നാഷൻസ് അല്ലെങ്കിൽ UNOയുടെ എന്ത് ചെയ്യുന്നുണ്ട്? ഐക്യരാഷ്ട്രസഭയോടുള്ള വിധേയത്വം നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ ഒരു വിദേശ നയത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിൻ്റൊക്കെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം മേജർ ഒബ്ജക്റ്റീവ് ഓഫ് നെഹ്റൂസ് ഫോറിൻ പോളിസി. നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള 3 ലക്ഷ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടു പ്രിസർവ് ഹാർഡ് ഏൺഡ് സോവേണിറ്റി. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ അത്രത്തോളം ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് അറ്റൈൻ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഫ്രീഡം അറ്റൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സോവേണിറ്റി, അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കാനും ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഗവേൺ ചെയ്യാനുള്ള കംപ്ലീറ്റ് പവറും നമുക്കുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇതാണ് സോവണിറ്റി. അപ്പോൾ ഈ പരമാധികാരം എന്ത് ചെയ്യുക? സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടു പ്രൊട്ടക്ട് ടെറിട്ടോറിയൽ ഇൻറ്റേർണിറ്റി, രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ടു പ്രൊമോട്ട് റാപ്പിഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക എന്നുള്ളതും നമ്മുടെ നെഹ്റുവിൻ്റെ എന്താ പറയുക വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, മക്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. മേ ബി എൻ്റെ ക്ലാസ്സുകൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇയാളെ സൗണ്ട് ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഫും കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് 2 ദിവസങ്ങളൊക്കെ ആയിട്ടുള്ളൂ ഡിസ്ചാർജൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട്. അതുകൊണ്ട് തന്നെ ചെറിയ എന്തുണ്ട് ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും മക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്, കേൾക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നാം എന്താണെന്ന് നോക്കണം. പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്താണ് എന്ന് നോക്കണം, അല്ലെങ്കിൽ പോളിസി ഓഫ് നോൺ അലൈൻഡ് എന്താണെന്ന് നോക്കണം. കീപ്പ് അവേ ഫ്രം ദ 2 ബ്ലോക്സ്. 2 ബ്ലോക്സിൻ്റെ എന്ത് ചെയ്യണം? 2 ബ്ലോക്സിൽ നിന്ന് എന്ത് ചെയ്യണം? ഫ്രീഡം ആയി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്സ് അമേരിക്ക ലീഡ് ചെയ്യുന്നതും, അപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്സ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് USSR ലീഡ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എന്ത് ചെയ്യണം? മാറി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ കാണാൻ പറ്റും ന്യൂലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏഷ്യൻ ആഫ്രിക്കൻ നാഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് എന്താണ്? നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. ഇത് ആദ്യമായിട്ട് ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങിൽ 1955 1955 ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന നാം രൂപീകരിക്കാം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. ഇത് ബന്ദൂങ് കോൺഫറൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും നാം അല്ലെങ്കിൽ നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് കാണാൻ പറ്റും 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ബെൽഗ്രേഡിൽ വെച്ചാണ് 1961 നമുക്ക് കാണാൻ പറ്റും. ഫേമസ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് നെഹ്റു ഉണ്ട്, അതുപോലെ തന്നെ ടിറ്റോ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഗമാൽ അബ്ദുൽ നാസർ നമുക്ക് കാണാൻ പറ്റും, ക്വാമെ നക്രൂമെ, അതുപോലെ തന്നെ സുകാർണോ, ഇവരൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്തിൻ്റെ ഈ പറയുന്ന നോൺ അലൈൻഡ് മൂവ്മെൻറ്റിൻ്റെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഐക്യം ഉറപ്പിച്ചുകൊണ്ടാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്. മാർഷൽ ടിറ്റോ, നെഹ്റു, അതുപോലെ തന്നെ ഗമാൽ അബ്ദുൽ നാസർ, സുകാർണോ, ക്വാമെ നക്രൂമയൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ. 1955 ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങിൽ വെച്ചിട്ട് ഈ ഒരു എന്ത് ചെയ്യുന്നത് ഇവരുടെ നോം അല്ലെങ്കിൽ നോൺ അലൈൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നാം എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ബെൽഗ്രേഡിൽ വെച്ചാണ് 1961 ഇത് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് നാം അല്ലെങ്കിൽ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് പോളിസി, ദെൻ പോളിസി ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വമാണ് നാം മുമ്പോട്ട് വെക്കുന്നത് അതർ നാഷൻസുമായിട്ട്. അതുപോലെ തന്നെ റിഫ്യൂസൽ ടു അലൈൻ ഇമ്പീരിയലിസ്റ്റ് ബ്ലോക്ക്, ഈ പറയുന്ന ഇമ്പീരിയലിസ്റ്റ് ബ്ലോക്സുമായിട്ട് അലൈൻ ചെയ്യുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരുമായിട്ട് ചേരാൻ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ
പവർ പൊളിറ്റിക്സിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ശീതസമരം അനദർ വേൾഡ് വാറിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആര് ബിലീവ് ചെയ്തിരുന്നത്? നാമിലെ മെമ്പേഴ്സ് ബിലീവ് ചെയ്തിരുന്നത്. അതായത് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും വേൾഡിന് അത്രത്തോളം എക്സ്ട്രീം ലെവൽ ഓഫ് എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഇക്കണോമിക് ക്രൈസിസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനദർ ഒരു വേൾഡ് വാറിലേക്കുള്ള സിറ്റുവേഷനാണ് കോൾഡ് വാർ. ഈ പറയുന്ന USSRും USA തമ്മിലുണ്ടായിരുന്ന എന്താ പറയുക കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം എന്നായിരുന്നു ആര് ബിലീവ് ചെയ്തിരുന്നത്? ന്യൂലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നാഷൻസ് ബിലീവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പവർ പൊളിറ്റിക്സിനെ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇറ്റ്സ് മെയിൻ ത്രസ്റ്റ് ടുവേർഡ്സ് പീസ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിസാച്ച്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും സമാധാനത്തിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു മൂവ്മെൻറ്റാണ് നാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് നമ്മുടെ വിദേശ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ വിദേശ നയം എന്ന് പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒന്നാമത്തെ നാം എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി പഞ്ചശീല തത്വവും ഇന്ത്യ ചൈനയും തമ്മിലുണ്ടായിരുന്ന എഗ്രിമെൻറ്റും ഒക്കെ മക്കൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സസും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ടീംസ് മൊത്തം വരുന്നതാണ്. ഞാൻ വരും, അനക്ക് ബസ് വരും. അങ്ങനെ പൊളിറ്റിക്കൽ സയൻസിലെ എല്ലാ ടോപ്പിക്സും നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്യാണ്. എനിവേ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് ഏകദേശം മക്കൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.